അതേസമയം US താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയെ അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമാക്കുകയാണ്. 13 രാജ്യങ്ങളിലേക്ക് ആക്രമണം പടർന്നു. ഖത്തർ LNG ഉൽപാദനം താൽക്കാലികമായി നിർത്തിയതോടെ യൂറോപ്യൻ വിപണിയിൽ ഗ്യാസ് വില ഉയർന്നിട്ടുണ്ട്. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ അരാംകോയുടെ രാസ് തനൂറയിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമണത്തെ തുടർന്ന് അടച്ചു. ജലീൽ കണ്ണമംഗലം വിവരങ്ങൾ നൽകാനായി ജിദ്ദയിൽ നിന്ന് ചേരുന്നുണ്ട്. ജലീൽ, ഈ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലേക്കും ആക്രമണം കടക്കുകയാണ്. പല മേഖലകളിൽ നിന്നും നിരവധി വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു കുവൈത്തിൽ വീണ്ടും ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നിലവിൽ എന്താണ് സാഹചര്യം? അമൃത, മറ്റു ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ സൗദിയിൽ കൂടി ആക്രമണം ഉണ്ടായ ദിവസമാണ് ഇന്ന്. ഗൾഫ് രാജ്യങ്ങളെ മുഴുവനും അതിശക്തമായി ആക്രമിക്കുകയാണ് ഇറാൻ. അത് അമേരിക്കൻ താവളങ്ങളെ മാത്രമല്ല, ഇന്ന് സൗദിയിൽ 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ ഒന്ന് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ റസ്റ്റനൂറയിലുള്ള അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത് 2 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. എന്നാൽ ആ എണ്ണ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു. ഏതായാലും എണ്ണ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചതായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എണ്ണ വിതരണത്തെയോ എണ്ണ ഉൽപാദനത്തെയോ ബാധിച്ചിട്ടില്ല എന്നാണ് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ രണ്ടാമതായിട്ട് ആക്രമണം ഉണ്ടായത് റിയാദ് മേഖലയിൽ, റിയാദിൽ നിന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ അകലെ അൽഖർജിൽ ഉള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിലാണ്. ഇത് അമേരിക്കൻ സൈനിക താവളമാണ്. 5 ഡ്രോണുകളാണ് ഈ എയർബേസിന് നേരെ ഉണ്ടായത്. അതിനെ സൗദി പ്രതിരോധ സേന തകർത്തു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ജനവാസ കേന്ദ്രങ്ങളെയും സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നു, അല്ലാതെ അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമല്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ സൗദി വളരെ ശക്തമായി രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിരോധിക്കാനും ശക്തമായ മറുപടി നൽകാനും തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന ഇതിനിടയിൽ വന്നു. സൗദിയിൽ ജനജീവിതം സാധാരണ നിലയിലാണ്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. രാജ്യത്തിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള സ്വദേശികളുടെയും പ്രവാസികളുടെയും ഉംറ തീർത്ഥാടകരുടെയും ഒക്കെ സംരക്ഷണം സൗദിയുടെ ബാധ്യതയാണ്. അതിനാണ് രാജ്യം മുൻഗണന നൽകുന്നത് എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകളും വീഡിയോകളൊന്നും ഒരു നിലയ്ക്കും പ്രചരിപ്പിക്കരുത്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ, വിശ്വസിക്കാവൂ എന്നും ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സൗദിയിലെ വിമാനത്താവളങ്ങളും സ്കൂളുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അതോടൊപ്പം ഓഫീസുകളും എല്ലാം സാധാരണ നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും സൗദിയിൽ എല്ലാം ജനജീവിതം സാധാരണ നിലയിലാണ്. എന്നാൽ ഇറാനുമായുള്ള ഒരു ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക സൗദിയെ ആയിരിക്കും. പ്രത്യേകിച്ച് ഹൂത്തികൾ, യമനിലുള്ള ഹൂത്തികൾ ഇറാന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നയതന്ത്ര ബന്ധം, സൗദിയും ഇറാൻ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഹൂത്തികൾ വഴി ഇറാൻ സൗദിയെ നിരന്തരം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കെട്ടടങ്ങിയ ഒരു സമയത്താണ് വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാൻ സൗദി ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രാജ്യം സൗദി തന്നെയായിരിക്കും. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.